FCRA നിയമ ഭേദഗതി രാഷ്ട്രീയ വൈരാഗ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല, ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്ന സംഘടനകളെയും പരിസ്ഥിതി സംഘടനകളെയും ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നു. പ്രവർത്തനങ്ങൾ ചെയ്യുന്ന RSSന് ബില്ല് ബാധകമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുതിയ ലേബർ കോഡ് തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള നീക്കമുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷകരുടെ ഗവൺമെന്റ് ഇതര സംഘടനകളുണ്ട്, NGOs, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, പൗരാവകാശ, മനുഷ്യാവകാശം, ഇവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ അവരുടെ മനസ്സിൽ വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന സംഭാവനയുടെ മേലുള്ള നിയന്ത്രണ നിയമത്തിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA ഭേദഗതി വരുത്തുന്ന ഒരു നിർദ്ദേശവുമായി നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ട് വരികയാണ്. അതിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. RSS നിയന്ത്രിക്കുന്ന BJP ഗവൺമെന്റിന് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കാൻ എപ്പോഴും താല്പര്യമുണ്ടാവും. FCRA നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ലോക്ഭവനിലേക്ക് മാർച്ച് നടത്തി. നിയമ ഭേദഗതി ജനാധിപത്യ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധ മാർച്ച്. DYFI ജില്ലാ പ്രസിഡന്റ് V. അനൂപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ജീവകാരുണ്യ സ്ഥാപനങ്ങളെ FCRA നിയമ ഭേദഗതി തകർക്കുമെന്നും ഭേദഗതി ഉടൻ പിൻവലിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ RSSന്റെ സംഘപരിവാരത്തിൻ്റെ ഭരണകൂടമുള്ള ഉത്തർപ്രദേശിലടക്കം, രാജസ്ഥാനിലടക്കം, മധ്യപ്രദേശിലടക്കം, ഛത്തീസ്ഗഡിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഓർഫനേജുകൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, സംഘപരിവാരം ഈ നിയമം FCRA നിയമം നടപ്പിലാക്കുന്നതോടുകൂടി അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ ദുരവസ്ഥയിലേക്ക് പോകും. അവർക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വരും, അവർക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ട് വരും, അവരുടെ പറഞ്ഞ നിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആഹാരം പോലും കിട്ടാത്ത നിലയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്തെ സംഘപരിവാരം ഈ FCRA നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതോടുകൂടി ഈ നാട്ടിലെ, ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന കുട്ടികളുടെ അന്നം മുടക്കുന്നവരായി ഈ രാജ്യത്തെ സംഘപരിവാരത്തിൻ്റെ ഭരണകൂടം മാറുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ് യാത്രക്കിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകരായി ബസ് ജീവനക്കാർ. വേങ്ങശ്ശേരി സ്വദേശിനിയായ 43-കാരി ഹസീനയാണ് സമയോചിതമായ ഇടപെടലിലൂടെ ബസ് ജീവനക്കാർ അതേ ബസ്സിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഒറ്റപ്പാലത്ത് നിന്ന് വരിക്കാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന പ്രതീക്ഷ എന്ന സ്വകാര്യ ബസ്സിൽ വെച്ചായിരുന്നു സംഭവം. നേരത്തെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരുന്ന ഹസീനയ്ക്ക് യാത്രക്കിടെ പെട്ടെന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരും ജീവനക്കാരും ചേർന്ന ഹസീനയെ അതേ ബസ്സിൽ തന്നെ ഒറ്റപ്പാലം PK ദാസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വൈകാതെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു. ആശുപത്രിയിൽ എത്തിച്ച ഉടൻ മെഡിക്കൽ സംഘം ആവശ്യമായ ചികിത്സ നൽകുകയായിരുന്നു. ഹസീനയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും ഹസീന നന്ദി അറിയിക്കുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. തൃശൂരിൽ ബസ് യാത്രക്കിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ചികിത്സയിലായിരുന്ന യാത്രക്കാരൻ മരിച്ചു. ചേലക്കോട് സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലാമല തൃശൂർ റൂട്ടിലോടുന്ന ഹരേ കൃഷ്ണ എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവേ ഉണ്ണികൃഷ്ണന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. പിന്നാലെ സഹയാത്രക്കാർ ഉടൻ തന്നെ ബസ് ജീവനക്കാരെ വിവരം അറിയിക്കുകയും അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ ബസ് ഡ്രൈവറും കണ്ടക്ടറും മറ്റ് സ്റ്റോപ്പുകൾ ഒഴിവാക്കി ഉണ്ണികൃഷ്ണനെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. തൃശൂർ ഇരിങ്ങാലക്കുടിയിൽ ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി യുവാവ് പിടിയിൽ. പാങ്ങോട് സ്വദേശി സുനിൽകുമാറിനെയാണ് 35 കുപ്പി മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടിയത്. ഡ്രൈഡേ ദിനത്തിൽ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായി കരുതിവെച്ച മദ്യമാണ് പിടികൂടിയത്. ഇലക്ഷൻ പ്രമാണിച്ച് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് തടയുന്നതിനായി എക്സൈസ് വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സുനിൽകുമാർ എന്ന വ്യക്തിയെ അനധികൃതമായി മദ്യം സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനും ഞാൻ അറസ്റ്റ് ചെയ്യുകയും
കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ ടീമിന് രഹസ്യവിവരം ലഭിക്കുകയും ആ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഡ്രൈ ഡേ ഞങ്ങൾ പരിശോധന നടത്തുകയും ആ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 35 കുപ്പികളിലായി 17 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിക്കപ്പെടുകയും ചെയ്തു.